എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വണ്ടിയിൽ ചീറിപ്പാഞ്ഞു പോകുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ബാഡ് സിഷൻ ഹാൻ എന്നുള്ളത് കേട്ടോ. അതിവിടെ നീഡർസാക്സണിലുള്ള ഒരു തടാകം. അത് ചെറിയ തടാകമൊന്നുമല്ല, ഒരു വലിയ ആന തടാകമാണ് കേട്ടോ. അവിടേക്കാണ് നമ്മളിന്ന് പോകുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല കാലാവസ്ഥയൊക്കെ ആയിരുന്നു, അപ്പോൾ അതുകൊണ്ട് നമ്മൾ വന്നതാണ് കേട്ടോ ഇത് കാണാനായിട്ട്. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അത്ര നല്ല കാലാവസ്ഥയൊന്നുമല്ല. കാരണം കുറച്ച് മൂടലൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വിചാരിച്ച അത്ര ഭംഗി ഇവിടെ വന്നപ്പോൾ ഉണ്ടായില്ല. കാലാവസ്ഥ ഉണ്ട്. പിന്നെ നോക്കിക്കേ, ചെറിയ ബോട്ടിലൊന്നും കയറാൻ ആരും തന്നെ ഇല്ല, അതെല്ലാം അങ്ങനെ കിടക്കുക. കാരണം ഈ ഒരു കാലാവസ്ഥയിൽ നമുക്കങ്ങനെ ഇറങ്ങാൻ പറ്റുന്ന അത്ര നല്ലതല്ലായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മളിതൊക്കെ കണ്ട് മനസ്സിലാക്കി കൊള്ളാലോ എന്നൊക്കെ ഓർത്തു. പക്ഷേ ആകാശം കണ്ടപ്പോൾ ശരിക്കും സങ്കടം തോന്നിപ്പോയിട്ടോ. കാരണം വലിയ പ്രതീക്ഷയോടുകൂടി വന്നതാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരമൊന്നും ഇങ്ങോട്ടില്ല, ദൂരമുണ്ട് എന്നാലും ഒത്തിരി ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങളിതിലെ കണ്ട് ചെറിയൊരു റൗണ്ട് ഇതിലേക്ക് നടന്നു. ഇതിങ്ങനെ വലിയൊരു പാർക്കും കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ നടന്നിട്ട് നമ്മൾ എന്നെ ചെയ്തെന്ന് വെച്ചാൽ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും നല്ല ചൂടുള്ളൊരു ദിവസം വീണ്ടും വന്നു. അപ്പോൾ നോക്കിക്കേ, ആകാശമൊക്കെ നല്ല തെളിഞ്ഞ് നല്ല കുട്ടപ്പനായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. ഇത്തവണ വന്നപ്പോഴത്തേക്കും നല്ല നല്ല രസമായിരുന്നു ഇവിടം. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാം കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു, എല്ലാം കാണാനും പെറുക്കാനും ഒക്കെ ആയിട്ട്. ഈ ഒരു തടാകത്തോട് ചേർന്ന് തന്നെ വലിയൊരു പാർക്കുണ്ട് കേട്ടോ. പാർക്ക് മീൻസ് നമുക്കിങ്ങനെ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ. പിന്നെ അതുപോലെ ഹോട്ടലുകൾ, കാര്യങ്ങൾ, അങ്ങനെ വലിയൊരു ടൂറിസ്റ്റ് സെൻറ്ററാണ് സംഭവം ഇത്. ഇപ്പം നമ്മൾ ഇന്ന് എന്താണ് ചെയ്യാൻ പോകണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ക്യൂ നിന്ന് നമ്മൾ ഈ ഷിപ്പിൽ കയറാൻ പോവാണ്, ഈ ബോട്ടിൽ കയറാൻ പോവാണ്. അതായത് ഒരു റുണ്ട് ഫാർട്ട് എന്ന് പറയും. അതായത് ഈ ഒരു തടാകത്തിനെ ഒന്ന് വലം വയ്ക്കാൻ വേണ്ടിയിട്ട്. രസമാണല്ലോ, നല്ല രസമാണല്ലോ. അപ്പോൾ നല്ല ആഴമൊക്കെയുള്ള തടാകമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളും ടിക്കറ്റൊക്കെ എടുത്തിട്ട് കയറിയപ്പോൾ നമ്മളിങ്ങനെ ഏറ്റവും മേളിൽ പോയിരുന്ന്, അതായത് നമ്മളതിൻ്റെ ആ ഒരു കായലിൻ്റെ ഭംഗി മുഴുവൻ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് 3 നിലയായിട്ടുണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ നമ്മളതിൻ്റെ ഏറ്റവും മേളിലത്തെ നിലയിലോട്ട് തന്നെ പോയേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇവിടെയൊക്കെ ഇരുന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഭംഗി മൊത്തത്തിൽ അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഏറ്റവും മണ്ടയ്ക്ക് തന്നെ പോകാനായിട്ട് തീരുമാനിച്ചത്. സംഭവം കൊള്ളാം കേട്ടോ. ഇവിടെ നിന്നൊക്കെ കയറിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല രസമുണ്ട്. മാത്രമല്ല അത് ഫുള്ളായിരുന്നു എന്നുള്ളതാണ്. നമ്മളൊരു 1 മണിക്കൂർ മുമ്പ് വന്ന് എല്ലാം സെറ്റാക്കുക ചെയ്തത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഈ കല്യാണ പാർട്ടിക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ഇവരുടെ ഒരു സന്തോഷം, ഇവരെ കാണുന്നതൊക്കെ നമ്മുടെ ഒരു സന്തോഷം. എന്ത് തന്നെയായാലും ഞങ്ങൾ പോയിട്ട് നല്ല 2 സീറ്റൊക്കെ ബുക്ക് ചെയ്ത് അങ്ങോട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കപ്പൽ പോകുന്നതിന്, കപ്പലോ എന്തോന്നല്ലേ പറഞ്ഞു വരുന്നത്, അതായത് ഈ ബോട്ട് പോകുന്നതിൻ്റെ ആ സെയിം ഡയറക്ഷനിൽ ഇരിക്കണം എന്നൊക്കെ വിചാരിച്ച് ഞങ്ങളൊരു സീറ്റൊക്കെ സെറ്റാക്കി ഇങ്ങനെ ഇരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള കാഴ്ചയൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം ആ പാർക്കും അങ്ങനെ വെള്ളവും എല്ലാം കൂടെ ആയിട്ട് നല്ല രസമായിരുന്നു. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. എൻ്റെ അമ്മ ഇന്നെന്തോ ഭയങ്കര അടിപൊളിയായിട്ട് കാണാം എന്നുള്ളൊരു രീതിയിൽ എനിക്ക് ഇവിടുത്തെ ആ ഒരു വ്യൂ ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. നല്ല രസമായിരുന്നു കാണാനായിട്ട്. പക്ഷേ ഈ ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങൾ സീറ്റൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു കേട്ടോ. കാരണം എനിക്കിങ്ങനെ ഓടുന്നതിൻ്റെ ഇടത്ത് വശത്തോട്ട് തിരിഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് തലവേദന എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരെ തിരിഞ്ഞിരുന്നു. എന്നിട്ട് ഇതിങ്ങനെ നല്ല മനോഹരമായ ആ ഒരു തടാകത്തിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കാണുമായിരുന്നേ. അപ്പോൾ അതിലിങ്ങനെ ഇവരിങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി ഓഡിയോ. അപ്പോൾ അതിൽ നമ്മൾ ഈ ഓരോ സ്ഥലത്തോടെ ചെല്ലുമ്പോഴും, അതായത് ഈ റൗണ്ട് അടിക്കുകയാണല്ലോ, അപ്പോൾ ഈ റൗണ്ട് അടിക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം കണ്ടാണ് പോകുന്നതെന്നുള്ളത് അവരിങ്ങനെ മൈക്കെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ച സാധനത്തിൽ കൂടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞാണ്, ഈ കാണുന്ന വീട് കണ്ടോ, ഇത് 2 ബ്രദേഴ്സ് പണിതാണ്, ട്വിന്നായിട്ടുള്ള സംഭവം വീട്. അതൊക്കെ മാറിയിട്ട് ഇപ്പോൾ അത് ഇങ്ങനെ ഹോട്ടൽ പോലെ ആൾക്കാർക്ക് താമസിക്കാനായിട്ട് കൊടുത്തേക്കാം കേട്ടോ. അന്ധകാലത്തെ കഥയൊക്കെയാണ് ഈ പറയണേ. അപ്പോൾ അങ്ങനെ കുറേ ചരിത്രവും കഥയൊക്കെ കേട്ടിങ്ങനെ പോയി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. പിന്നെ ഈ ബോട്ടായതുകൊണ്ടും വലിയ സ്പീഡിലൊന്നും അല്ലല്ലോ അത് പോണേ. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ നമുക്ക് ഇച്ചിരി ബോറടിച്ചു. കാരണം ചെറിയ ബോട്ടൊക്കെ എന്നാൽ കുറച്ചുകൂടെ രസമായേനെ എന്ന് എനിക്ക് തോന്നി. പിന്നെ നല്ല വെയിലായതുകൊണ്ട് ഇത് മൊത്തത്തിൽ 70 മിനിറ്റ് ഉണ്ടായിരുന്നു ഈ ഒരു മൊത്തം, അതായത് ഈ ഒരു റൗണ്ട് അടിക്കുന്ന പരിപാടി. അപ്പോൾ ഈ ഇത്രയും നേരം നമ്മൾ ഈ മണ്ടയ്ക്ക് ഇരുന്നപ്പോഴത്തേക്കും ഉണ്ടല്ലോ, തലയൊക്കെ ചെറുതായിട്ടങ്ങ് ചൂടാവാൻ തുടങ്ങിയായിരുന്നു. കാരണം അങ്ങനെ ഇരിക്കുകയാണല്ലോ അങ്ങനെ. അപ്പോൾ എന്നായാലും രസമൊക്കെ ആയിരുന്നു കേട്ടോ കാണാനായിട്ട്. പിന്നെ ഈ റൗണ്ട് അടിക്കുന്നതുകൊണ്ട് തന്നെ ഒന്ന് വന്ന വശത്ത് നമ്മൾ പിന്നെ വരുന്നില്ലല്ലോ. അതാണല്ലോ ഈ റൗണ്ടിൻ്റെ ഒരു പ്രത്യേകത. അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം ചില സ്ഥലത്തൊന്നും ഒന്നും കാണാനില്ലായിരുന്നു. കാരണം ഈ മരങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പോൾ അത് വലിയ രസമൊന്നുമില്ല. പിന്നെ ഈ ചൂട് നമുക്ക് സഹിക്കാൻ പറ്റാതെ വന്നുകൊണ്ട് ഞങ്ങൾ കുറച്ച് വെള്ളമൊക്കെ മേടിച്ചു കേട്ടോ. കാരണം ഇവിടെ നമുക്ക് നല്ല തണുത്ത വെള്ളം കിട്ടും. ഞങ്ങളുടെ കയ്യിലിരുന്ന വെള്ളത്തിനൊക്കെ ചൂടായിപ്പോയി, എന്നുവെച്ചാൽ തണുപ്പൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ മേടിച്ചു. വെള്ളത്തിലിരുന്ന് കുറച്ച് വെള്ളമൊക്കെ അങ്ങോട്ട് കുടിച്ചു കേട്ടോ. പക്ഷേ അതായിരുന്നു ഏറ്റവും രസമുള്ള കാര്യം. ആ വെള്ളത്തിൻ്റെയൊക്കെ വില കേട്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, എൻ്റെ മേത്ത് കുറച്ച് താഴേന്ന് കോരി കുടിക്കുന്നതായിരിക്കും നല്ലതെന്ന് നമുക്ക് തോന്നിപ്പോവും. വേറെ ഒരു ജ്യൂസ് മേടിച്ചാൽ ഇത്ര വില ഉണ്ടാവുമോ എന്നറിയില്ല, അല്ലെങ്കിൽ കുറച്ച് ബീർ മേടിച്ചാൽ പോലും ഇത്രയും വില ഉണ്ടാകത്തില്ല.
വെള്ളത്തിനൊക്കെ അമ്മാതിരി വിലയാണ് ഇവിടെ. അത് പിന്നെ എല്ലായിടത്തും അങ്ങനെ കേട്ടോ, പ്രത്യേകിച്ച് പറയാനൊന്നും കാര്യമില്ല. എന്തിനേലും ഒരു 45 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊരു ചെറിയ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. അങ്ങേയറ്റത്തുനിന്ന് നമ്മൾ ഇങ്ങേയറ്റം വന്നു കഴിയുമ്പോൾ ജസ്റ്റ് കുറച്ച് നേരം അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യും. ആരും ഇറങ്ങും അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യും. അവിടുന്ന് നമ്മൾ ആൾക്കാരെയൊക്കെ പിക്ക് ചെയ്യും കേട്ടോ. ഇവിടെ ചെറിയൊരു വളരെ ചെറുതാണ്, അവിടുത്തെ അത്ര ഒന്നുമില്ല, ഇതൊരു വലിയ ഹോട്ടലാണ്. ആ ഹോട്ടലിൻ്റെ മുമ്പിലുള്ള സംഭവങ്ങൾ അതിനൊരു ചെറുതായിട്ട് എനിക്ക് അവിടെ ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്, രസമുണ്ടല്ലേ കാണാനായിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ 45 മിനിറ്റിൽ ഒരു 5 മിനിറ്റ് അവിടെ ബ്രേക്ക്, 5-10 മിനിറ്റ്, അത് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഇറങ്ങും കേട്ടോ. അപ്പോൾ പിന്നെ തിരിച്ചു വന്നപ്പം ഞങ്ങൾ മേളിൽ നിന്ന് കുറച്ച് താഴോട്ട് ഇറങ്ങി. രണ്ടാമത്തെ നമ്മൾ ആ നിലയിലൊന്നിരുന്ന് അവിടെ ഇരുന്ന് കുറച്ച് നേരം നോക്കാമെന്ന് വിചാരിച്ചു. കുറച്ചും കൂടെ വെള്ളമൊക്കെ എടുത്ത് കാണാൻ പറ്റുമല്ലോ എന്നുള്ള രീതിയിൽ. പിന്നെ നല്ല കാലാവസ്ഥ ആയിരുന്നുകൊണ്ട് തന്നെ ഈ കുട്ടി ബോട്ടുമായിട്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അത് നല്ല രസമായിരുന്നു കാണാനായിട്ട്. അപ്പോൾ തോന്നി വലിയതിൽ കയറേണ്ട, അത്തേ കയറിയാൽ മതിയായിരുന്നു. കാരണം അത് കുറച്ചുകൂടെ സ്പീഡിൽ പോകുന്നുണ്ട്, പിന്നെ അത് രസമുണ്ടല്ലോ കുറച്ചുകൂടെ. എനിക്കങ്ങനെ തോന്നി, ഇവിടെ ഇരിക്കുന്നതുകൊണ്ടാണോ അങ്ങനെ തോന്നിയെന്നറിയില്ല. പിന്നെ പൊതുവെ അങ്ങനെയാണല്ലോ, ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച, അത് വളരെ നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാലും അതൊക്കെ കണ്ട് ഓരോ സ്ഥലത്ത് ഇങ്ങനെ നമ്മൾ ഈ റൗണ്ട് അടിച്ച് പോകുന്നതുകൊണ്ട് നല്ല രസമാണ് കേട്ടോ. എല്ലാം ഇങ്ങനെ അടുത്തോടെ പോവാം. പിന്നെ നമ്മളങ്ങനെ എവിടെ തുടങ്ങിയോ അവിടെ നമ്മൾ വന്ന് അവസാനിച്ചു കേട്ടോ. നമ്മുടെ അവസാനം എത്തി നോക്കി, അപ്പോൾ ആ കുട്ടി ബോട്ടൊന്നും ഇല്ല അവിടെ, എല്ലാം പോയി. കാരണം അത്ര നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് ആൾക്കാരെല്ലാം അത്തയിൽ കയറി. ഇനിയിപ്പോൾ അതാണ് എൻ്റെ അടുത്ത ലക്ഷ്യം, അത്തേ കയറുക എന്നുള്ളത്. പക്ഷേ ഇന്നിനി പറ്റില്ല, കാരണം ഇവിടെ ഇരുന്ന് തലയിൽ ചൂടടിച്ചിട്ടുണ്ടല്ലോ, എൻ്റെ അമ്മോ തലയൊക്കെ അങ്ങോട്ട് പൊട്ടിപ്പൊളന്നു പോയി. വലിയ ചൂടൊന്നുമില്ല, പക്ഷെ കണ്ടിന്യൂസ് നമ്മളങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ മൊത്തത്തിൽ സംഭവം രസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കൊള്ളായിരുന്നു. പിന്നെ കല്യാണ പാർട്ടിക്കാരൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് അവരുടെ ഒച്ചയും ബഹളമൊക്കെ ആയിട്ട് സംഭവം അടിപൊളിയായിരുന്നു. എന്തായാലും അത് കഴിഞ്ഞ് വന്ന് ഇങ്ങനെ തീരത്ത് നോക്കിയപ്പോഴാണ് കേട്ടോ വേറൊരു സാധനം കാണുന്നത്. ഇതിൻ്റെ അകത്ത് കുറേ മീനുകളൊക്കെ ഉണ്ടെന്നൊക്കെ ഞാനിങ്ങനെ കണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ മീൻ ചത്ത് വന്ന് കിടക്കുന്ന കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എന്തോ പോലെ തോന്നിട്ടോ. എന്തെങ്കിലുമൊക്കെ ആട്ടെ, അതൊക്കെ പോട്ടെ. പിന്നെ നമ്മൾ ഇതിലെ പാർക്കിൽ കൂടെ വീണ്ടും ചെറിയൊരു റൗണ്ടൊക്കെ അടിച്ച് ഇങ്ങനെ കുറേ കാണാനും കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ചെറുതായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണമല്ലോ, അതൊക്കെ വളരെ നിർബന്ധമുള്ളൊരു കാര്യമാണല്ലോ. അപ്പം നമ്മൾ ആ മുന്നിൽ കണ്ട റെസ്റ്റോറൻ്റ് അല്ല, അവിടെ എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ പയ്യെ അങ്ങോട്ട് പോയി എന്താണ് ഇവിടുത്തെ സ്പെഷ്യൽ എന്നൊക്കെ നോക്കാനായിട്ട്. ഇവിടെ കണ്ടോ നല്ല രസമുണ്ടല്ലേ, വെള്ളമൊക്കെ ഇങ്ങനെ ചാടി, എല്ലാം ഇവിടെ കാണാനായിട്ട് എല്ലാം നല്ല അടിപൊളിയാണ് കേട്ടോ. ഒരു ഫുൾ ഡേ വന്നിട്ട് ഇങ്ങനെ നടന്ന് കാണാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ കുടയൊക്കെ കണ്ടോ, റോസാപ്പൂവൊക്കെ ഉള്ള കുട, നല്ല രസമുണ്ടല്ലേ. ഇതൊക്കെ കണ്ട് ആർക്കായാലും വല്ലാത്തൊരു ആകർഷണമൊക്കെ തോന്നിപ്പോവും. കൊള്ളാം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞങ്ങൾ ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ തന്നെ ഇവിടുത്തെ തന്നെ സ്പെഷ്യലായിട്ടുള്ള ഈ വാഫലും ഐസും സംഭവങ്ങളും ഒക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ബാക്കി സാധനങ്ങളൊക്കെ നമ്മൾ വീട്ടിലെപ്പോഴും കഴിക്കണമല്ലേ, ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു വെറൈറ്റിയൊക്കെ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണമല്ലോ. പിന്നെ ഐസൊന്നും കഴിച്ചാൽ വയറ് അറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് കൂടെ ഉണ്ടായിരുന്ന ആളെന്തോ ചെയ്തു, നല്ലൊരു സൂപ്പൊക്കെ അങ്ങോട്ട് ഓർഡർ ചെയ്തു. എന്തായാലും സംഭവം നല്ല അടിപൊളിയായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കഴിച്ചതൊക്കെ ഒന്ന് ദഹിപ്പിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും ഞങ്ങളൊരു റൗണ്ട് നടക്കാൻ ഇറങ്ങി. അപ്പോൾ നോക്കി ഈ വെള്ളം കണ്ടപ്പോഴാണ് കേട്ടോ എനിക്കിങ്ങനെ എന്തോ പോലെ തോന്നിയത്. കാരണം പച്ച കളറുള്ള വെള്ളം, തൊട്ടപ്പുറം നല്ല അടിപൊളി നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളമൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൽ കൂടെ ഒഴുകുന്ന വെള്ളം മുഴുവൻ പച്ച കളറിലിരിക്കുന്നു. പിന്നെ നല്ല സമയമൊക്കെ ആയതുകൊണ്ട് പൂക്കളൊക്കെ പൂത്ത് നല്ല ഭംഗിയായിട്ടാണ് ഇരിക്കുന്നത്. എന്നാൽ ഈ പച്ച കളറുള്ള സാധനം എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നി കേട്ടോ. പിന്നെ ഈ പാർക്കിൽ വേറൊരു സാധനമുണ്ട് കേട്ടോ, അതായത് ഈ പഴയ കാലത്തെ വീടുകൾ കാര്യങ്ങൾ അതെല്ലാം, അതായത് അങ്ങനത്തെ സാധനങ്ങളെല്ലാം കുറേ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് കാണാനൊക്കെ ആയിട്ട്. അതൊരു രസമുള്ള പരിപാടിയാണ്. പക്ഷെ നമുക്ക് അകത്ത് കയറി കാണാനൊന്നും പറ്റില്ല, അതിന് ചുറ്റും ഇങ്ങനെ നടന്ന് കയറി കാണാം, അത്രയൊക്കെ ഉള്ളൂ. ഈ ഒരു സ്ഥലത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ചുറ്റുവട്ടത്തായിട്ടാണ് കേട്ടോ ഈ ഒരു സ്റ്റേറ്റിലെ ഏറ്റവും കൂടുതൽ റീഹാബിലിറ്റേഷൻ സെൻറ്ററുകളുള്ളത്. അതായത് നമുക്കൊന്ന് ചില്ല് ചെയ്യാൻ പറ്റും, നമുക്കല്ല ഈ രോഗികൾക്കൊക്കെ ഒന്ന് ചില്ല് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. ഇതുകൊണ്ട് മരമൊക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയൊക്കെ വെച്ചിരിക്കുന്ന സംഭവം നമുക്കിങ്ങനെ കണ്ട് നടക്കാനായിട്ട് കുറേ ഉണ്ട്. ഇവിടെ എപ്പോഴും നല്ല തിരക്കായിരിക്കും, നല്ല ആൾക്കാരിങ്ങനെ എപ്പോഴും ആൾക്കാരതിൽ പോവും, സൈക്കിളിനും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ആൾക്കാരുടെ ഒരു കൂടാരമൊക്കെ ഇവിടെ ഉണ്ട്. രസമാണ് കാണാനായിട്ട്. മൊത്തത്തിൽ സംഭവം അടിപൊളിയായിരുന്നു. ഇന്നത്തെ ഒരു ദിവസം നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് പോയി. ആ ചൂട്ടിലിരുന്ന ആ ഒരു വിഷമമൊക്കെ ഈ കുറച്ച് നേരം തണുപ്പത്തോടെ നടന്നു കഴിഞ്ഞപ്പോഴും ആ ഐസൊക്കെ കഴിച്ചപ്പോൾ അങ്ങോട്ട് ശരിയായിട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഈ സ്ഥലത്തോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു. അങ്ങനെ കുറേ നാളത്തെ ആഗ്രഹങ്ങളൊക്കെ തീർത്ത് നമ്മൾ വീട്ടിൽ പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണും. ബൈ ബൈ.